ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. Okay. Yes. I know my inability to make a decision hurts you. Okay. തീർച്ചയായിട്ടും നിങ്ങളും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ വ്യക്തി സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടായില്ല. അവർ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ എസ്കേപ്പ് ചെയ്ത് പോയതുപോലെ ഒരു പ്രവൃത്തി ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ അവരെടുക്കാത്തതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് നമ്മളോട് പറയുന്നത്. ആൻഡ് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഡേ ഡ്രീമിംഗ് ആണ്. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. ഓക്കെ, ഇപ്പോൾ അവർക്ക് ഒരു കംപ്ലൈൻറ്റ് കൂടിയുണ്ട്. അതായത് നിങ്ങൾ അവരെ കെയർ ചെയ്തില്ല, നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചില്ല, അവരെന്തുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരുന്നത് ആ ഒരു സമയത്ത് എന്നുള്ളതൊന്നും നിങ്ങളെന്താണ് ചിന്തിച്ചിട്ടില്ല എന്ന് ഒരു പരാതി ആ വ്യക്തി ഇപ്പോൾ പറയുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. ഈ ഒരു സംഭവത്തിന് ശേഷം നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ആബ്സെൻസ് ആണ്. ഈ ആബ്സെൻസിനെ അവർക്ക് മുന്നോട്ട് നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവരുടെ ലൈഫിലില്ലാത്തത് അവർ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പോലും അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഇപ്പോഴും അവർക്ക് ആ ഒരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. കുറച്ചുകൂടി നന്നായിട്ട് അവരുടെ ഭാഗം എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമായിരുന്നു എന്നൊക്കെ അവർക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. ആൻഡ് there were other things that got in the way of us being together. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവർ പറയുന്നത്. ആൻഡ് ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് ഇറ്റ്. ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഒരു സെപ്പറേഷൻ പോലുമായി, നിങ്ങൾ രണ്ടുപേരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനൊരു അവസരത്തിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ അവരിപ്പോഴും എക്സ്പെക്റ്റേഷനിലൂടെയാണ് കൊണ്ടുപോകുന്നത്. യു ആർ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അവർ തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയാണ് അവരെ തന്നെ. നിങ്ങളാണ് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ. പലപ്പോഴായിട്ട് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. അനുകൂലമായ സാഹചര്യമായിരുന്നിട്ട് പോലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ സംസാരിച്ചില്ല. എന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു ദേഷ്യം ആ വ്യക്തിയോട് ഒരിക്കൽ പോലും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് അവർക്ക് സ്വയം ഒരു വാല്യൂ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ആൻഡ് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. ഓക്കെ, പലപ്പോഴും അവർക്ക് കുറച്ച് ഈഗോ പ്രോബ്ലംസൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് അവർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ അവർക്ക് ഈ ഈഗോ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. അവരിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സിറ്റുവേഷൻ എന്തായിരുന്നാലും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്.
സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ കോൾ ചെയ്യണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സംസാരം അവർക്ക് കേൾക്കണം, നിങ്ങളുടെ വോയിസ് അവർക്ക് കേൾക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങൾ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്യാൻ പോലും ഒരിക്കലും അവർക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പ്രണയം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പകരമാകാൻ അവരുടെ ലൈഫിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഓരോ നിമിഷങ്ങളും, നിങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സും അവരും ഇപ്പോഴും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. കാര്യങ്ങൾ പോകുന്ന ആ ഒരു രീതിയിൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല, സന്തോഷവാനല്ല, അല്ലെങ്കിൽ സന്തോഷവതിയല്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ ഇ, ലെറ്റർ എ, ലെറ്റർ വൈ, ലെറ്റർ എൽ, ലെറ്റർ ടി, ലെറ്റർ എസ്, ലെറ്റർ എച്ച്, ലെറ്റർ ആർ, ലെറ്റർ കെ, ലെറ്റർ എൻ, ലെറ്റർ യു, ലെറ്റർ ഐ, ലെറ്റർ ഒ. ഈ ലെറ്റേഴ്സിനൊക്കെയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ നമ്പർ 41, നമ്പർ 12, number 30, number 26, 48, 28, 22, 26, 36, 37, 47, 40, 16, number 2 and number 6. ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈസ് ലിയോ, സജിറ്റേറിയസ്, സ്പൈസസ്, ലിബ്ര, ക്യാൻസർ, സ്കോർപിയോ, അക്വേറിയസ്, ടോറസ്, വിർഗോ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ ആ ഒരു മേഖലയിൽ പഠിക്കുന്ന വ്യക്തികളോ ആയിരിക്കാം. പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് ഉണ്ടാവാം. ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഫെബ്രുവരി, മെയ് എന്നീ മാസങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.